വെൽക്കം ടു ബുദ്ധശ്രീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പള്ളിക്കരയിൽ വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിനുള്ളിലാണ്. ഈ ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിലെ ഫുള്ളി ഫർണിഷ്ഡ് പ്രീമിയം വില്ലയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 3600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും ഫാമിലി ലിവിംഗ് സ്പേസ്, ഗസ്റ്റ് ലിവിംഗ് സ്പേസ്, കൂടാതെ സ്റ്റഡി റൂം, വർക്ക് ഏരിയ, യൂട്ടിലിറ്റി തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടിയ ഒരു വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊളോണിയൽ ആർക്കിടെക്ചറൽ എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്തി ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ നൽകി 4-വേ ലൈറ്റും ഉൾപ്പെടുത്തിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ കോമ്പൗണ്ട് വാളിൻ്റെ പില്ലറിന് മുകളിലായിട്ടും സൈഡിലായിട്ടും ലൈറ്റും നൽകിയിട്ടുണ്ട്. 5.3 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ള ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. 15 അടിയോളം നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കാർപോർച്ചിൻ്റെ ഈ ഒരു എൻഡ് ലൈറ്റ് നൽകിയിരിക്കുന്ന സെയിം പില്ലർ തന്നെയാണ് സിറ്റ് ഔട്ടിലും നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ വന്നിരിക്കുന്നത്. കിണറിന് ചുറ്റും ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കോമ്പൗണ്ട് വാളിൻ്റെ ഉള്ളിലും ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് 2 സിലിണ്ടർ ക്യാരി ചെയ്യാവുന്ന ഒരു ഗേജാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വർക്ക് ഏരിയയാണ് കാണുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ ഈസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 8 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് ലഭിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ കൊടുത്ത് പ്ലാന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വെർട്ടിക്കൽ ഗാർഡനും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള കോമ്പൗണ്ട് വാളിലും ഇന്നർ സൈഡിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് നൽകി തന്നെയാണ് ഈ ഒരു വീട് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെപ്പിൻ്റെ ഇരുഭാഗത്തുമായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഫുള്ളി ലെതർ ഫിനിഷ്ഡ് നാനോ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. 7.5 അടിയിലേറെ നീളവും 4.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ടീക്ക് വുഡിലുള്ള പാനലിംഗ് ആണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ഫാനൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എലിവേഷൻ കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ വടക്ക് ദർശനമായിട്ടാണ് വരുന്നത്. 8 അടിയോളം ഹൈറ്റിലാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ട് വലിയ ഹാൻഡിലൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഡോറിൻ്റെ ഇരുവശത്തേക്കും പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും ഈസ്റ്റിലേക്കും വലിപ്പമുള്ള വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിലുള്ള 5 സീറ്റർ കോർണർ സോഫ സെറ്റാണ് നൽകിയിരിക്കുന്നത്. പ്രീമിയം സോഫ സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു കോഫി ടേബിളും വന്നിട്ടുണ്ട്. എന്നാൽ പോലും അത്യാവശ്യ സ്പേസ് നമുക്ക് ഈ ഒരു ലിവിങ്ങിന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ടി വി യൂണിറ്റ് വന്നിരിക്കുന്നത്. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ടി വി യൂണിറ്റ് വരുന്നത്. താഴെയായിട്ട് ചെറിയ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും പാനലിംഗ് വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ നൽകി സ്ട്രിപ്പ് ലൈറ്റും LED സീലിംഗ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ലിവിംഗ് സ്പേസിൽ വന്നിട്ടുള്ളത്. ഗസ്റ്റ് ലിവിങ്ങിനെയും ഫാമിലി ലിവിങ്ങിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ കൂടിയാണ് ഈ ഒരു ടി വി യൂണിറ്റ്. ടി വി യൂണിറ്റിൻ്റെ താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. മുകൾ ഭാഗത്ത് സൈഡിലും പാനലിംഗ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഫാമിലി ലിവിംഗ് വരുന്നത്. 15 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രീമിയം സോഫ സെറ്റും ഒരു കോഫി ടേബിളും വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു ഊഞ്ഞാൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വോൾ 3 സൈഡും വോളിൽ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റ്സ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കിട്ടും. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറാണ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ ഒരു വാഷ് കൗണ്ടർ വരുന്നത്. ബ്ലാക്ക് കളറിലുള്ള വാഷ് കൗണ്ടറാണ്. ഇതിൻ്റെ ബാക്ക് സൈഡും ക്ലാഡിംഗ് സ്റ്റോൺ തന്നെയാണ് വന്നിരിക്കുന്നത്. വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയുള്ള ഒരു ഷാൻഡിയറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ LED സീലിംഗ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിന് വാൾ ഫാനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാളിലായി ഭംഗിയുള്ള ഒരു ലൈറ്റും നൽകിയിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് വരുന്നത്. അതായത് ഫാമിലി ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ നമുക്ക് വരുന്നത്. 12 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. പ്രീമിയം 6 സീറ്റ് ഡൈനിങ് സെറ്റ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ബട്ടണിനുള്ള പോയിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസും ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സ്ക്വയർ ടോപ്പ് ഡിസൈനിൽ CNC കട്ടിംഗ് ഒക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് ഈ ഒരു ഏരിയയിലേക്ക് ലഭിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു വാളിലായി ഭംഗിയുള്ളൊരു ക്ലോക്കും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിങ്ങിൽ വുഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ V-ഗാർഡിൻ്റെ വയസ്സും ഗോൾഡ് മെഡലിൻ്റെ സ്വിച്ചസുമാണ് വരുന്നത്. അതുപോലെ എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ട് ചെറിയൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൗണ്ടറിനുള്ളിലായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം തന്നെ ക്രോക്കറി യൂണിറ്റ് ആണ് വരുന്നത്. ക്രോക്കറി യൂണിറ്റിനുള്ളിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് വരുന്ന പാനലിൽ സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും ഒരു കൗണ്ടർ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് കിച്ചണിലേക്ക് വ്യൂ വരുന്ന രീതിയിലാണ് ഈ ഒരു കൗണ്ടർ നൽകിയിരിക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും ഈ ഒരു കൗണ്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു കിച്ചന് 15 അടി നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകി ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഫുഡ് ഹോബും നൽകിയിട്ടുണ്ട്. പ്യുവർ ഫ്ലെയിംസിൻ്റെ ചിമ്മിനിയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ വൈറ്റ് മെറ്റീരിയലാണ് വരുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം ഓപ്പൺ ബോക്സും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് മോഡേൺ രീതിയിലുള്ള ഒരു കിച്ചൺ സിങ്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടും നമുക്കൊരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. കൂടാതെ കിച്ചണിൽ ധാരാളം പവർ പോയിന്റുകൾ വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു വർക്ക് ഏരിയയിലേക്കാണ്. 23.5 അടിയോളം നീളവും 4 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കൗണ്ടർ സ്പേസ് വന്നിരിക്കുന്നത്.
നാനോ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. വലിപ്പമുള്ളൊരു സിങ്ക് വരുന്നുണ്ട്, 2 ടാപ്പ് നൽകിയിട്ടുണ്ട്. താഴെയായിട്ടും സൈഡിലായിട്ടും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഫുള്ളി കവർ ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് LED സീലിംഗ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. ഇവിടെയാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്, അതും ടീക്ക് വുഡ്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വരുന്നുണ്ട്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോയോട് ചേർന്ന് തന്നെ വലിപ്പമുള്ള ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടും ഒരു വാൾഡ്രോബ് വരുന്നുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ ബെഡും കോട്ടും പില്ലോസും ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ കുഷ്യനാണ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ബോർഡ് കൂടാതെ വാൾ ഫുൾ ലെങ്തിലും കുഷ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ് പോർഷനിൽ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ നൽകി ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭംഗിയുള്ള ലാപ്ടോപ്പ് ടേബിളും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളിലായിട്ട് മുകൾ ഭാഗത്ത് ബെഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ വാട്ടർ ക്ലോസറ്റ് ആണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഡൈവേർട്ടർ ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്, അതും ടീക്ക് വുഡിൽ. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിലും ബെഡും കോട്ടും പില്ലോസും ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹെഡ് പോർഷനിൽ വാളിൻ്റെ ഹൈറ്റിൽ കുഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇരു ഭാഗങ്ങളിലായിട്ടും അത്യാവശ്യം പാനലിംഗ് വരുന്നുണ്ട്. വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. സീറ്റിംഗ് യൂണിറ്റിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ലാപ്ടോപ്പ് ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ബീഡിംഗ് ഒക്കെ വുഡൻ ടെക്സ്ചറിലാണ് വരുന്നിരിക്കുന്നത്. കൂടാതെ പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു മിറർ വരുന്നുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറുമാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലുള്ള സ്റ്റെയർ ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡിലാണ് വന്നിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും സ്റ്റഫിൻ്റെ ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുന്ന ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻറ് നൽകി ഗോൾഡൻ സ്ട്രിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം വരുന്നത്. സ്റ്റഡി റൂമിൽ നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സീലിങ്ങിൽ വുഡൻ ടെക്സ്ചറുള്ള പാനലിംഗ് ഒക്കെ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ലൈറ്റുമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് താഴത്തെ നിലയിൽ ഫാമിലി ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. മുകൾ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് വലുപ്പമുള്ള ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്കും ലഭിക്കുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 12.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. താഴെയായിട്ട് അത്യാവശ്യം സ്റ്റോറേജും ഡെക്കർ സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈസ്റ്റിലേക്കും സൗത്തിലേക്കും വലിപ്പമുള്ള വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രീമിയം സോഫ സെറ്റും ഒരു കോഫി ടേബിളും നൽകിയിട്ടുണ്ട്.
സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസും വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 14.5 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും വലുപ്പമുള്ള വിൻഡോകളൊക്കെ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലും ബെഡും കോട്ടും പില്ലോസും നൽകിയിട്ടുണ്ട്. ഇവിടെ ഹെഡ് ബോർഡ് കുഷ്യനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോപ്പ് നൽകിയിട്ടുണ്ട്. വിൻഡോയോട് ചേർന്ന് തന്നെ ഇവിടെയും ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഒരു ലാപ്ടോപ്പ് ടേബിളും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ബെഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് സീലിംഗ് ഫാനോട് കൂടിയാണ് വരുന്നത്. ഇവിടെയായിട്ടും വലുപ്പമുള്ള ഒരു വാൾഡ്രോപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിന്റെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വലുപ്പമുള്ളൊരു മിററും വരുന്നുണ്ട്. ജാഗ്വാറിന്റെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഒക്കെ നൽകി സീലിംഗ് ലൈറ്റ് ഒക്കെ ചെയ്താണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും ടീക്വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 15 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ളൊരു 3 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലും കോട്ടും ബെഡും കൂടാതെ പില്ലോസും ചെയ്തിട്ടുണ്ട്. ഹെഡ് ബോർഡ് കുഷനിൽ തന്നെയാണ് ഈ ഒരു ബെഡിന് വരുന്നത്. ബെഡിൻ്റെ ഹെഡ് പോർഷനുള്ള വാൾ കംപ്ലീറ്റ്ലി പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും കൂടാതെ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോർണറിലായിട്ട് വലുപ്പമുള്ള ഒരു മിറർ തന്നെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റിന് നൽകിയിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. കൂടാതെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ലാപ്ടോപ്പ് ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയും 2 ഡോറിൻ്റെ ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറും സ്റ്റോറേജും മിററും ഒക്കെ എല്ലാ ബാത്റൂമിലെ പോലെ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ഡൈവാട്ടറും ജാഗ്വാറിൻ്റെ ആണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും സീലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ് ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂമും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം വരുന്നത്. സ്റ്റഡി റൂമിൻ്റെ ഡോറും ടീക്വുഡിൽ തന്നെയാണ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. 2 പേർക്ക് ഇരുന്ന് പഠിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ മുകളിലായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡെക്കർ സ്പേസും ഒക്കെ നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റഡി റൂം വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും LED സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു സ്റ്റഡി റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 11.5 അടിയിലേറെ നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഫുള്ളി കവർ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാഷ് കൗണ്ടറും വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു എൻഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണിയിലേക്ക് വരാം. 17 അടിയോളം നീളവും 8 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് റൂഫിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലെല്ലാം തന്നെ സ്ക്വയർ ട്യൂബ് ഡിസൈനിലാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 6 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 11 കിലോമീറ്റർ, കലൂരേക്ക് 14 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 8.8 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 3600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമുള്ള ഈ വീടിന് ചോദിക്കുന്നത് 1,70,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.